നമസ്കാരം. പറവൂർ SNDP യൂണിയന്റെ ആഭിമുഖ്യത്തിൽ 3 ദിനങ്ങളിലായി നടന്ന ഗുരുദേവ ദർശനോത്സവത്തിന് സമാപനമായി. വിശദമായ വാർത്തയിലേക്ക്. This news brought to you by Kalpaga Weddings, North Paravur. പറവൂർ SNDP യൂണിയന്റെ നേതൃത്വത്തിൽ 3 ദിവസങ്ങളിലായി നടന്നുവന്ന ഗുരുദേവ ദർശനോത്സവത്തിന് സമാപനമായി. നവതി ആഘോഷങ്ങളുടെ സമാപനവും സ്കൂളിന്റെ സ്ഥാപകനായ PR ശാസ്ത്രിയുടെ വെങ്കലത്തിൽ തീർത്ത പൂർണ്ണകായ പ്രതിമയുടെ അനാച്ഛാദനവും യോഗം ജനറൽ സെക്രട്ടറി പത്മഭൂഷൺ വെള്ളാപ്പള്ളി നടേശൻ ചടങ്ങിൽ നിർവഹിച്ചു. അതെങ്ങനെയാണ് വർഗീയതയാകുന്നത്? കപട മതേതരവാദികളുടെ ചെകിട്ടത്ത് അവരുടെ കർണപുടങ്ങളിലേക്ക്. ഞായറാഴ്ച രാവിലെ 12-ന് നടന്ന സമാപന സമ്മേളനം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ചെയർമാൻ CN രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി സ്വാഗതം പറഞ്ഞു. നിയമം ആലോചിച്ചോളൂ. നമുക്ക് സാമൂഹ്യ നീതി വേണമെന്ന് നമ്മൾ പറയുന്നു, ഭരണത്തിലുള്ള പങ്കാളിത്തം വേണമെന്നേ പറയുന്നുള്ളൂ. നിങ്ങളൊന്നാലോചിച്ചു, ഈ സ്കൂൾ തന്നെ ഒരു സ്കൂൾ കോഴ്സ് ഇപ്പോഴുള്ള തന്നെ പോരാതെ +2 ഒരു ബാച്ചിന് പോലും വേണ്ടി തെരഞ്ഞു നോക്കാൻ വേണ്ടി എത്ര കൊല്ലമായി ആരെങ്കിലും തന്നു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ വളരെ ആചാരമായി എല്ലാവരും പറയുമെങ്കിലും ആ പ്രബുദ്ധത വേണമെങ്കിൽ വിദ്യാഭ്യാസം തന്നെ, വിദ്യാലയം തന്നെ. ഈ വിദ്യാലയം തരാത്തതിൻ്റെ ഒരു കുറവ് ഞാൻ മലപ്പുറത്ത് വെച്ച് മറന്നു പോയി എന്നുള്ളതിന് പേരിൽ എന്നെ കത്തിക്കുകയാണ് മലപ്പുറത്ത്. നിയമ വ്യവസായ മന്ത്രി P. രാജീവ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. കയ്പമംഗലം MLA ടൈസൺ മാസ്റ്റർ ദർശനോത്സവ സന്ദേശം നടത്തി. ആശംസകൾ നേർന്നുകൊണ്ട് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS സനീഷ്, പറവൂർ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ലൈജി ബിജു, പറവൂർ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് രാജീവ് കിടാമംഗലം തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പ്രമോദ് മാലിങ്കര കൃതജ്ഞത രേഖപ്പെടുത്തി. ഡോക്ടർ PR ശാസ്ത്രി സാറിൻ്റെ വെങ്കല പ്രതിമ, പൂർണ്ണകായ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തുകൊണ്ടാണ് ഈ വർഷത്തെ ശ്രീനാരായണ ഗുരുദേവ ദർശനോത്സവം സമാപിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഈ വിദ്യാലയം പറവൂർ SNDP യൂണിയന് ഒരു പൈസ പോലും വാങ്ങാതെ ദാനമായി നൽകി. ഈ വിദ്യാലയത്തെ ഈ SNDP യൂണിയന് നൽകുവാനുണ്ടായ പ്രധാന കാരണം ഇത് വളർന്നു വരുന്ന കേരളത്തിലെ അറിയപ്പെടുന്നൊരു വിദ്യാലയമായി മാറണമെന്നുള്ള ശാസ്ത്രി സാറിൻ്റെ പ്രകാരമാണ് യൂണിയന് ഈ വിദ്യാലയവും ഈ കാണുന്ന സ്ഥലവും എല്ലാം ഫ്രീ ആയിട്ട് നൽകിയത്. മിക്കവാറും എല്ലാ വർഷവും പല തലങ്ങളിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. MP ആയിരിക്കുമ്പോഴും അല്ലാതിരിക്കുമ്പോഴും മന്ത്രിയായിരിക്കുമ്പോഴും ഏതെങ്കിലും ഒരു ദിവസം, ഒരു തവണ ഒരാഴ്ചയോളം നീണ്ടുപോകാനാണ് ദർശനോത്സവം. ശ്രീനാരായണ ദർശനങ്ങളെ കൂടുതൽ ആഴത്തിൽ പറയാനും പ്രചരിപ്പിക്കാനും ഒക്കെ കിട്ടുന്ന ഏറ്റവും നല്ല അവസരം എന്നർത്ഥത്തിൽ ദർശനോത്സവം ഇവിടെ വളരെ ഭംഗിയായി സംഘടിപ്പിക്കുന്ന പറവൂർ SNDP യൂണിയനോടുള്ള സ്നേഹം, അഭിനന്ദനം ആദ്യമായി അറിയിക്കട്ടെ. ദർശനോത്സവം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. 13 വർഷവും അതിൻ്റെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുമ്പോൾ ഓരോ വർഷവും ഏറ്റവും കൂടുതൽ പങ്കാളിത്തത്തോടുകൂടി ഈ പറവൂരിലെ മുഴുവൻ ഈ വിഭാഗത്തെ പ്രദാനം ചെയ്യുന്ന മുഴുവൻ അംഗങ്ങളെയും ഈ ഒരു ഇതിൻ്റെ ദർശനോത്സവത്തിൻ്റെ ഭാഗമായി അണിനിരത്താൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് SNDP നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗുരുനാഥൻ നമുക്ക് നൽകിയ നല്ല പാഠങ്ങൾ നമുക്കുള്ള ഓരോരുത്തർക്കും അറിയാം. 3 ദിവസങ്ങളിലായി ഈ വേദിയിൽ ഇതിനോടകം ആഘോഷിച്ചു വരികയാണ്. നമ്മുടെ നാട്ടിൽ ജാതിക്കും മതത്തിനും വേണ്ടിയിട്ട് പല മനുഷ്യർ ആത്മഹത്യയിലേക്ക് നീളുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഗുരുനാഥൻ്റെ നല്ല വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട് ഒരു ജാതി ഒരു മതം, നാരായണ ഗുരുവിൻ്റെ ആദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്ത് ഇന്ന് യുദ്ധവും
ജാതി കോമരങ്ങളും മതാടിസ്ഥാനത്തിൽ ഒരുപാട് വിഷയങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഗുരുദേവൻ്റെ ദർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ കാലഘട്ടത്തിൽ എത്രയോ ഗുരുദേവൻ്റെ ഒരു കാലഘട്ടത്തിൽ നാം ചിന്തിക്കുമ്പോൾ ആലോചിക്കേണ്ട കാര്യമാണ്. 6000 കോടി രൂപ കൊടുത്തവന് പോലും ഇവിടെ നോബൽ സമ്മാനവും പുരസ്കാരവും ലഭിക്കുന്നുവെങ്കിൽ ലക്ഷക്കണക്കിന് കോടി രൂപ പാവപ്പെട്ടവന്റെ കുടുംബങ്ങളിലേക്ക് എത്തിക്കാൻ ഇവിടെ വരുന്ന കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധം നൽകുവാൻ വേണ്ടിയുള്ള പ്രഗത്ഭരായ ഒരു കൂട്ടം അധ്യാപക നേതൃത്വത്തിൽ യുപിയും ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും എല്ലാവരും ഒരുമിച്ച് ചെന്നുകൊണ്ട് ഈ സ്കൂള് ഡോക്ടർ PR ശാസ്ത്രിയുടെ ആ കൃത്യമായ ലക്ഷ്യം എന്താണോ അതിനപ്പുറത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോകുമെന്ന് ഇവിടെ അടിയൊരു പറഞ്ഞുകൊണ്ട് എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്.